എ വാച്ച് വിച്ച് സെറ്റ് കറക്റ്റ് അറ്റ് 5 AM. ഒരു വാച്ച് 5 AM കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഗെയിൻ 2 minutes ഇൻ എവരി 30 മിനിറ്റ്. ഓരോ 30 മിനിറ്റിലും ഇത് 2 മിനിറ്റ് ഗെയിൻ ആവുന്നു. എന്ന് വെച്ചാൽ സാധാരണ ഒരു ക്ലോക്ക്, ട്രൂ ക്ലോക്ക്, അതായത് ശരിയായ ക്ലോക്ക് ഒരു 30 മിനിറ്റോടൊപ്പം ഇതിനകത്ത് ഒരു 2 മിനിറ്റും കൂടെ ഗെയിൻ എക്സ്ട്രാ ഓടും. മീൻസ് 32 മിനിറ്റ് ഓടും. സാധാ ക്ലോക്കിൽ 30 മിനിറ്റോടൊപ്പം ഈ ക്ലോക്കിൽ 32, റോങ് ക്ലോക്കിൽ 32 മിനിറ്റ് ഓടും. ഇത് ട്രൂ ക്ലോക്കിൻ്റെ കേസ്. വാട്ട് ഈസ് ദ ആക്ച്വൽ ടൈം വെൻ ദ ക്ലോക്ക് ഷോസ് 10:20 AM? അതായത് ഈ ക്ലോക്ക്, റോങ് ക്ലോക്ക് 10:20 കാണിക്കുമ്പോൾ യഥാർത്ഥ സമയം എത്രയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ 5 മണിക്ക് സമയം കറക്റ്റായിരുന്നു. ഇപ്പോൾ ആ റോങ് ക്ലോക്കിൽ 10:20 ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ എത്ര മിനിറ്റ് കവർ ചെയ്തു? 5 AM നിന്ന് 10:20 ആവാൻ, 5 AM നിന്ന് 10 AM ആവാൻ 5 മണിക്കൂർ. 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 × 60 30 300 മിനിറ്റ്. പിന്നെ ഒരു 20 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ 320 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലായോ എന്തോ? ഒന്നുകൂടെ, 5 AM നിന്ന് 10:20 ആവാൻ എത്ര മിനിറ്റ്? 5 AM നിന്ന് 10 മണിയാവാൻ 5 മണിക്കൂർ അഥവാ 300 മിനിറ്റ്. പിന്നെ ഒരു 20 മിനിറ്റ് കൂടെ. അപ്പോൾ 320 മിനിറ്റ് റോങ് ക്ലോക്ക് പോയിട്ടുണ്ട്. റോങ് ക്ലോക്ക് 320 പോകുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് യഥാർത്ഥ ക്ലോക്ക് എത്ര പോകും? അത് കണ്ടുപിടിച്ചാൽ പോരെ. ഇത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ഇതിൽ നിൽക്കുന്നത് മൾട്ടിപ്ലൈ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 30 × 320 ഡിവൈഡ് ബൈ 32. 32 320 കട്ട് ചെയ്ത് പോയി 10. 10 × 30 300 മിനിറ്റ്. 300 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 300/60 5 മണിക്കൂർ. അപ്പോൾ റോങ് ക്ലോക്ക് 320 മിനിറ്റ് പോകുമ്പം ശരിയായ ക്ലോക്ക് 300 മിനിറ്റ് അഥവാ 5 മണിക്കൂർ പോയിട്ടുണ്ടാവും. അപ്പോൾ 5 AM നിന്ന് 5 മണിക്കൂർ പോയാൽ 10 AM ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ശരിയായ സമയം 10 മണിയാവും. ഓപ്ഷൻ സി 10 AM.